ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ക്രൗഡിംഗ് ഔട്ട് എഫക്റ്റ് ആൻഡ് എഫക്റ്റീവ്നെസ് ഓഫ് ഫിസിക്കൽ പോളിസി എന്നുള്ള ടോപ്പിക്കാണ്. സോ ആദ്യം തന്നെ എന്താണ് ക്രൗഡിംഗ് ഔട്ട് എന്ന് പറയാം. നമ്മൾ ഫിസിക്കൽ പോളിസി പഠിച്ചിട്ടുണ്ട്. ആ ഫിസിക്കൽ പോളിസി യൂസ് ചെയ്തിട്ട് നമ്മൾക്ക് ഇൻഫ്ലേഷണറി ഡിഫ്ലേഷണറി സിറ്റുവേഷൻ ഉണ്ടാകുന്നത് കൺട്രോൾ ചെയ്യാൻ പറ്റും ത്രൂ ഇൻക്രീസിങ് എക്സ്പെൻഡിച്ചർ ഓർ ഡിക്രീസിങ് ടാക്സേഷൻ. സോ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ എക്കോണമിയിലുണ്ടാകുന്ന ഇൻസ്റ്റെബിലിറ്റി അല്ലെങ്കിൽ അൺസ്റ്റേബിൾ ആയിട്ടുള്ള സിറ്റുവേഷനെ കൺട്രോൾ ചെയ്തിട്ട് സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റുമെന്ന് പഠിച്ചിട്ടുണ്ട്. സോ കെയ്ൻസ് പറഞ്ഞിട്ടുള്ള ഈ ഫിസിക്കൽ പോളിസിയും ആ ഫിസിക്കൽ പോളിസീൻ്റെ ഇമ്പാക്റ്റ് ആയിട്ടുള്ള എക്സ്പാൻഷനറി എഫക്റ്റും ഇതിനെതിരെ വന്നിട്ടുള്ള ഒരു ക്രിറ്റിസിസം ആയിട്ടാണ് ഈ ക്രൗഡിംഗ് ഔട്ട് എഫക്റ്റ് എന്നുള്ളത് വന്നിരിക്കുന്നത്. സോ ക്രൗഡിംഗ് ഔട്ട് എന്ന് പറയുന്നത് കെനീഷ്യൻ കോൺസെപ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കെനീഷ്യൻ തിയറീനെ ക്രിട്ടിസൈസ് ചെയ്തിട്ട് വന്നിട്ടുള്ള കോൺസെപ്റ്റാണ് ക്രൗഡിംഗ് ഔട്ട് എഫക്റ്റ് എന്ന് പറയുന്നത്. സോ ഈ കെനീഷ്യൻ തിയറീനെ ക്രിട്ടിസൈസ് ചെയ്തിരിക്കുന്നത് എന്തിൻ്റെ ബേസിസിലാണെന്ന് വെച്ചാൽ, കെനീഷ്യൻ തിയറി പറഞ്ഞിട്ടുണ്ട് അവർ ഫിസിക്കൽ പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് വഴി അല്ലെങ്കിൽ അതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ്സിൽ ചേഞ്ചസ് ഉണ്ടാക്കി ഫിസിക്കൽ പോളിസിയിൽ ഉണ്ടാക്കുന്ന മാറ്റം എക്കോണമിയിൽ ഒരു ലാർജ് എക്സ്പാൻഷനറി എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിനെ ക്രിട്ടിക്സ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇവർ പറയുന്ന അല്ലെങ്കിൽ കെനീഷ്യൻ എക്കണോമിസ്റ്റ് സജസ്റ്റ് ചെയ്യുന്ന അത്രത്തോളം എക്സ്പാൻഷനറി എഫക്റ്റ് ഫിസിക്കൽ പോളിസി ഉപയോഗിച്ചിട്ടുണ്ടാവുന്നില്ല എന്നാണ് ക്രിട്ടിക്സ് ചൂണ്ടിക്കാണിച്ചത്. സോ ആദ്യം നമുക്ക് കെനീഷ്യൻ തിയറി എന്താണെന്ന് പറയുമ്പോൾ, കെനീഷ്യൻ തിയറി എന്ന് പറയുന്നത് ഫിസിക്കൽ പോളിസിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കെനീഷ്യൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, അദ്ദേഹം അസ്യൂം ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ദാറ്റ് a change in instrument may leads to a large expansionary effect on national income or output or in expansion in economy. സോ കെനീഷ്യൻ തിയറിയിൽ അദ്ദേഹം അസ്യൂം ചെയ്തത് എന്താണ്, ഈ ഇൻസ്ട്രുമെൻറ്റ്സിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ്സ് എന്താണ്, എക്സ്പെൻഡിച്ചർ, ടാക്സ്, ബഡ്ജറ്റ് തുടങ്ങിയവ. സോ ഇവയിലുണ്ടാകുന്ന ചേഞ്ചസ്, ഇപ്പോൾ നമ്മളിപ്പോൾ ഇൻഫ്ലേഷണറി സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ എക്സ്പെൻഡിച്ചർ കുറയ്ക്കുന്നു, ടാക്സ് ഇൻക്രീസ് ചെയ്യുന്നു, അങ്ങനെ ഉണ്ടാകുന്ന ചേഞ്ചസ് എക്കോണമിയിൽ അല്ലെങ്കിൽ നാഷണൽ ഇൻകം തുടങ്ങിയവയിലൊക്കെ ഒരു എക്സ്പാൻഷനറി എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് കെനീഷ്യൻ തിയറിയിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ കെനീഷ്യൻ തിയറി അസ്യൂം ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് വേറൊരു രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, ബഡ്ജറ്റ് ഡെഫിസിറ്റ് ഉണ്ടാക്കുക. അതായത് ബഡ്ജറ്റ് ഡെഫിസിറ്റ് എപ്പോഴാണ് ഉണ്ടാകുന്നത്, നമ്മൾ എക്സ്പെൻഡിച്ചർ കൂടുതലും അതിൽ നിന്ന് കിട്ടുന്ന ടാക്സ് കുറവായിട്ടുള്ള സിറ്റുവേഷനാണ് ബഡ്ജറ്റ് ഡെഫിസിറ്റ് ഉണ്ടാകുന്നത്. സോ ഇങ്ങനെ ഉണ്ടാകുന്ന ബഡ്ജറ്റ് ഡെഫിസിറ്റ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുകയും അങ്ങനെ ഉണ്ടാകുന്ന അഗ്രിഗേറ്റ് ഡിമാൻഡിൽ ഉണ്ടാകുന്ന ഇൻക്രീസ് നമ്മളുടെ നാഷണൽ ഇൻകവും നാഷണൽ ഔട്ട്പുട്ടും ഇൻക്രീസ് ചെയ്യിക്കുന്നു എന്നാണ് കെനീഷ്യൻ കോൺസെപ്റ്റിൽ പറയുന്നത്. പക്ഷേ ഇവരുടെ ഈ ഫിസിക്കൽ പോളിസീൻ്റെ എക്സ്പാൻഷനറി എഫക്റ്റ് ഒരു ഭാഗത്തെ വല്ലാതെ ഇഗ്നോർ ചെയ്തു പോകുന്നുണ്ട്. അതാണ് തേർഡ് പോയിന്റിൽ പറയുന്നത്, ദ ബഡ്ജറ്റ് ഡെഫിസിറ്റ് ഇഗ്നോർ ദ എഫക്റ്റ് ഓഫ് ഇൻക്രീസ് ഇൻ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഓർ ബഡ്ജറ്റ് ഡെഫിസിറ്റ് ഓൺ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. സോ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ് ഓൺ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഈ എക്സ്പാൻഷനറി ഫിസിക്കൽ പോളിസി ക്രിയേറ്റ് ചെയ്യുന്ന ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഇഫക്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനെ ബാധിക്കുന്നത് എന്നുള്ളത് കെയ്ൻസിൻ്റെ കോൺസെപ്റ്റിൽ കെയ്ൻസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. സോ ക്രിട്ടിക്സ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ള മെയിൻ പോയിൻ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇവരിതിൽ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റിയിട്ടൊന്നും പറയുന്നില്ല എന്നുള്ളതാണ്. സോ ഇതിൻ്റെ ഭാഗമായിട്ടാണ് ക്രൗഡിംഗ് ഔട്ട് എഫക്റ്റ് എന്നുള്ള കോൺസെപ്റ്റ് വന്നിരിക്കുന്നത്. സോ ക്രിട്ടിക്സ് ആർഗ്യൂ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മളുടെ ബഡ്ജറ്റ് ഡെഫിസിറ്റ് ക്രിയേറ്റ് ചെയ്യുകയോ ചെയ്യുന്നത് നമ്മളുടെ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനെ അഡ്വേഴ്സായിട്ടാണ് അല്ലെങ്കിൽ അഡ്വേഴ്സായിട്ടാണ് ബാധിക്കുന്നത്, അല്ലെങ്കിൽ അഡ്വേഴ്സ് എഫക്റ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന അഡ്വേഴ്സ് എഫക്റ്റ് എന്ന് പറയുന്നത് ഈ എക്സ്പാൻഷനറി എഫക്റ്റ്, ഫിസിക്കൽ പോളിസി ക്രിയേറ്റ് ചെയ്യുന്ന ആ എക്സ്പാൻഷനറി എഫക്റ്റിനെ കുറയ്ക്കുന്നതിലേക്ക് നയിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. സോ വിച്ച് മീൻസ് നമ്മളിപ്പോൾ എക്സ്പെൻഡിച്ചർ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തിട്ട് നമ്മളൊരു എക്സ്പാൻഷനറി എഫക്റ്റ് ക്രിയേറ്റ് ചെയ്തു. പക്ഷേ ഇങ്ങനെയുള്ളത് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനെ നെഗറ്റീവായിട്ടും അഡ്വേഴ്സായിട്ടും ബാധിക്കുകയും അത് ഫിസിക്കൽ പോളിസീൻ്റെ എഫക്റ്റീവ്നെസ് കുറയ്ക്കുന്നതിലേക്കും കാരണമാകുന്നുണ്ട്. സോ അതെങ്ങനെയാണ് കുറയ്ക്കുക എന്ന് പറഞ്ഞു വെച്ചാൽ, ദ അഡ്വേഴ്സ് എഫക്റ്റ് കെയിം about as increase in government expenditure or reduction in taxes causes the rate of interest go up. അതായത് എക്സ്പാൻഷനറി എഫക്റ്റിൻ്റെ ഭാഗമായിട്ട്, അതായത് ടാക്സ് കൂട്ടുകയോ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എക്സ്പാൻഷനറി ചേഞ്ചസ് വരും. സോ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നുണ്ട്.
സോ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നത് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനെ കാര്യമായി ബാധിക്കുന്നുണ്ട്. സോ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നുണ്ടെന്ന് പറഞ്ഞു. സോ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നത് എങ്ങനെയായിരിക്കും ഇൻവെസ്റ്റ്മെൻറ്റിനെ ബാധിക്കുക? യെസ്, അതൊരു ബേസിക് കോൺസെപ്റ്റാണ്. ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്തോറും ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കുറയ്ക്കും. കാരണം നമ്മൾ ലോൺ എടുത്തിട്ടാണല്ലോ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ ഇൻട്രസ്റ്റ് റേറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ഇൻവെസ്റ്റ്മെൻറ്റിനെ കാര്യമായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട്. സോ ഇങ്ങനെ ഈ അഡ്വേഴ്സ് എഫക്റ്റ്, ഈ എക്സ്പാൻഷനറി പോളിസീൻ്റെ അഡ്വേഴ്സ് എഫക്റ്റ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനെ ബാധിക്കുന്നുണ്ട്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ചേഞ്ചസ് വരുത്തുന്നുണ്ട്. 2 രീതിയിലാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ചേഞ്ച് ഉണ്ടാവുക. അതായത് 2 രീതിയിലാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻക്രീസ് ചെയ്യുക. ഫസ്റ്റ് വൺ എന്ന് പറയുന്ന പോയിൻ്റാണ് മുകളിൽ എഴുതിയിരിക്കുന്നത്. ആൻ ഇൻക്രീസ് ഇൻ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ലീഡ്സ് ടു എ റൈസ് ഇൻ നാഷണൽ ഔട്ട്പുട്ട് വിച്ച് റൈസസ് ദ ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി. Given the supply of money in the economy, the increase in transaction demand for money will causes the rate of interest go up. സോ നമുക്ക് പരിചയമായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് എങ്ങനെയാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നത്? നമ്മുടെ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ നാഷണൽ ഔട്ട്പുട്ടും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സോ ഔട്ട്പുട്ട്, എംപ്ലോയ്മെൻറ്റ്, അങ്ങനെ എല്ലാം ഇൻക്രീസ് ചെയ്തിരിക്കുന്ന ആ സിറ്റുവേഷനിൽ നമ്മുടെ ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി ഇൻക്രീസ് ചെയ്യും. നമ്മുടെ കെനീഷ്യൻ കോൺസെപ്റ്റിൽ തന്നെ പഠിക്കുന്ന 3 ഡിമാൻഡ് മോട്ടീവ്സ് ഉണ്ട്. ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി, പ്രിക്വേഷണറി ഡിമാൻഡ്സ് ഫോർ മണി, സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി. സോ അതിലെ ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നിലവിലുള്ള സിറ്റുവേഷനിൽ സപ്ലൈ ഓഫ് മണി എന്ന് പറയുന്നത് ഗിവൺ ആണ്, which means constant. In economy, the supply of money is given. In that situation, നമ്മുടെ ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി ഇൻക്രീസ് ചെയ്യുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നതിലേക്ക് നയിക്കുന്നുണ്ട്, വിച്ച് ലീഡ്സ് ടു ഇൻക്രീസ് ഇൻ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. സോ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നത്. ആൻഡ് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് in order to finance its budget deficit, the government will borrow funds from the market. This will raise the demand for loanable funds, which will bring about rises in the rate of interest. That means നമ്മൾ ബഡ്ജറ്റ് ഡെഫിസിറ്റ് ആണെന്ന് പറഞ്ഞു. അതായത് എക്സ്പെൻഡിച്ചർ വളരെ കൂടുതലും നമ്മൾക്ക് ടാക്സേഷനായിട്ട് കിട്ടുന്ന റവന്യൂ എന്ന് പറയുന്നത് വളരെ കുറവായിട്ടുള്ള സിറ്റുവേഷൻ. സോ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഡെഫിസിറ്റ് ഫിനാൻസിങ് ചെയ്യേണ്ട സിറ്റുവേഷനിലാണ്. സോ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഗവൺമെൻറ് എന്ത് ചെയ്യും? മാർക്കറ്റിൽ നിന്നും ഫണ്ട്സ് ബോറോ ചെയ്യും. അപ്പോൾ ആ സമയത്ത് ലോണബിൾ ഫണ്ടിൻ്റെ ഡിമാൻഡ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ലോണബിൾ ഫണ്ടിൻ്റെ ഡിമാൻഡ് കൂടുക എന്ന് പറയുമ്പോൾ എന്താണ്? അതിന് അർത്ഥം തന്നെ എന്താണ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുക എന്നൊരു മീനിങ് കൂടിയുണ്ട്. സോ ഈ ഡിമാൻഡ് ഫോർ ലോണബിൾ ഫണ്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ട് തന്നെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും അവിടെ കൂടുതലായിരിക്കും. അപ്പോൾ ഇങ്ങനെ 2 സാഹചര്യത്തിലാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നത്. സോ ഇങ്ങനെ ഉണ്ടാകുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ഉണ്ടാകുന്ന ഇൻക്രീസ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനെ ബാധിക്കുകയും അത് നമ്മളുടെ ഫിസിക്കൽ പോളിസീൻ്റെ എഫക്റ്റീവ്നെസ്സിനെ ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. സോ അതിനെയാണ് ക്രൗഡിങ് ഔട്ട് എഫക്റ്റ് എന്ന് പറയുന്നത്. സോ whatever the mechanism, the budget deficit or increase in the government expenditure to achieve expansion in national income and output will causes the rate of interest go up. The rise in the interest rate will discourage private investment. എന്താ, നമ്മൾ ഏത് മെക്കാനിസം എടുത്താലും ലൈക്ക് എക്സ്പെൻഡിച്ചർ കൂട്ടുക, ടാക്സ് കുറയ്ക്കുക, അല്ലെങ്കിൽ ടാക്സ് കുറച്ച് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യുക, അങ്ങനെയുള്ള പല മെത്തേഡുകൾ യൂസ് ചെയ്താലും ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാണ്? നാഷണൽ ഔട്ട്പുട്ട്, നാഷണൽ ഇൻകം ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നതിലേക്കും കാരണമാവുകയും ആ ഇൻട്രസ്റ്റ് റേറ്റിലുണ്ടാവുന്ന ഇൻക്രീസ് ദാറ്റ് വിൽ ഡിസ്കറേജ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. സോ ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണുള്ളതെങ്കിൽ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ്? ഡിക്ലൈൻ ചെയ്യും. ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റും തമ്മിലുള്ളത്. സോ എന്തൊക്കെ മെക്കാനിസം യൂസ് ചെയ്താലും എക്സ്പാൻഷനറി എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എക്കോണമിയിൽ. ആ എക്സ്പാൻഷനറി എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നതിലേക്ക് നയിക്കുന്നുണ്ട്. അപ്പോൾ ഉണ്ടാകുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ഉണ്ടാകുന്ന ഇൻക്രീസ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനെ ഡിക്ലൈൻ ചെയ്യിക്കുകയും ചെയ്യുന്നുണ്ട്. Thus, an increase in government expenditure or fiscal policy of budget deficit crowd out private investment. ഈ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഈ കോൺസെപ്റ്റിൻ്റെ തന്നെ കോറാണ്. എന്താണ്? ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ കൂട്ടുകയോ ഇല്ലെങ്കിൽ ബഡ്ജറ്റ് ഡെഫിസിറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ക്രൗഡ് ഔട്ട് ദ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ക്രൗഡിങ് ഔട്ട് എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കേണ്ടതാണ് ക്രൗഡ് ഔട്ട് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനെയാണ് ക്രൗഡിങ് ഔട്ട് ചെയ്യുന്നത്. സോ ഈ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ്, ഇല്ലെങ്കിൽ ഇതിൻ്റെ അളവ്, ഇല്ലെങ്കിൽ ഇതിൻ്റെ
സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഡിറ്റർമൈൻ ചെയ്യുന്നത് ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡിൻ്റെ ഇലാസ്റ്റിസിറ്റിക്ക് അനുസരിച്ചിട്ടാണ്. സോ ഈ ഡിമാൻഡ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്, ഇലാസ്റ്റിസിറ്റി എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. സോ ഈ ക്രൗഡിങ് ഔട്ട് എഫക്റ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് അറിയണമെങ്കിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡിൻ്റെ ഇലാസ്റ്റിസിറ്റി അറിയണം. അപ്പോൾ അവിടെ രണ്ട് തരത്തിലാണ് പോസിബിലിറ്റി ഉള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്, മോർ ഇലാസ്റ്റിക് ഓർ റിലേറ്റീവ്ലി ഇലാസ്റ്റിക് എന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്താണ്, റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് എന്നുള്ള രണ്ട് കോൺസെപ്റ്റ്. സോ ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് മോർ ഇലാസ്റ്റിക് ആണ് എങ്കിൽ, അതായത് വളരെ ഇലാസ്റ്റിക് ആണ് എന്നുണ്ടെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ഇൻക്രീസ് ചെയ്യുന്നത് എ സ്മോൾ ചേഞ്ച് ഇൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ സ്മോൾ റൈസ് ഇൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വിൽ ഡിക്ലൈൻ എ ലാർജ് ഡിക്ലൈൻ ഇൻ ദ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. സോ ഇൻവേഴ്സ് റിലേഷൻസ് ആണ് നമ്മൾ ഇലാസ്റ്റിക് എന്നുള്ള മോർ ഇലാസ്റ്റിക് അല്ലെങ്കിൽ റിലേറ്റീവ്ലി ഇലാസ്റ്റിക് എന്ന് പറയുമ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ഒരു ചെറിയ മാറ്റം വന്നാലും അത് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനെ കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒരു 1% ഇൻക്രീസ് ചെയ്താൽ കൂടിയും പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 1%-നേക്കാളും ബിലോ അല്ലെങ്കിൽ 0 ആയിട്ട് ഡിക്ലൈൻ ചെയ്യുന്നുണ്ട് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിന്. ഇനി ഓപ്പോസിറ്റ് കോൺസെപ്റ്റ്, അതായത് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ആണെങ്കിൽ എന്തായിരിക്കും സിറ്റുവേഷൻ? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായാലും പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനെ അത് കാര്യമായിട്ട് എഫക്റ്റ് ചെയ്യുന്നില്ല. ഇല്ലെങ്കിൽ എന്താണ്, അതിൻ്റെ എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത് റിലേറ്റീവ്ലി സ്മോൾ ആയിരിക്കും. ഇങ്ങനെ രണ്ട് സിറ്റുവേഷനാണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡിൻ്റെ ഇലാസ്റ്റിസിറ്റിക്ക് അനുസരിച്ചിട്ടുണ്ടാകുന്നത്. സോ ഈ ഇലാസ്റ്റിസിറ്റിക്ക് അനുസരിച്ചിട്ടായിരിക്കും ക്രൗഡിങ് ഔട്ടിൻ്റെ എഫക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റീവ്നെസ് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് മോർ ഇലാസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിനെ കാര്യമായിട്ട് ബാധിക്കും. റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനെ റിലേറ്റീവ്ലി സ്മോൾ എമൗണ്ടിലായിരിക്കും ചേഞ്ചസ് വരുത്തുക. സോ നമുക്കിതിൻ്റെ ഗ്രാഫിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും കോൺസെപ്റ്റ്. സോ എക്സ് ആക്സിസ് എന്ന് പറയുന്നത് നാഷണൽ ഇൻകം ആൻഡ് വൈ ആക്സിസ് എന്ന് പറയുന്നത് എന്താണ്, അഗ്രിഗേറ്റ് ഡിമാൻഡാണ് കാണിക്കുന്നത്, C+I+G. സോ ഇനീഷ്യൽ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്താണ്, C+I1+G1 എന്നുള്ള സ്റ്റേറ്റാണ്. സോ ഈ സിറ്റുവേഷനിൽ നമ്മുടെ 45° ലൈൻ അതും നമ്മുടെ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ് E1 എന്ന് പറയുന്നത്. സോ ആ E1നെ എക്സ് ആക്സിസിലേക്ക് കണക്ട് ചെയ്യുന്ന പോയിൻറ്റിനെയാണ് Y1 എന്ന് പറയുന്നത്. നമ്മളുടെ ഇൻകം C+I1+G1 ആണ് എന്നുള്ള സാഹചര്യത്തിൽ നമ്മളുടെ ലെവൽ ഓഫ് ഇൻകം എന്ന് പറയുന്നത് Y1 ആണ്. സോ ഈ Y1 നാഷണൽ ഇൻകം എന്ന് പറയുന്നത് നമ്മൾ അസ്യൂം ചെയ്യുകയാണ് ഇത് പൊട്ടൻഷ്യൽ ലെവലിനേക്കാളും വളരെ ബിലോ ആണ്, ഇല്ലെങ്കിൽ ഫുൾ എംപ്ലോയ്മെൻറ്റ് ലെവൽ ഓഫ് ഔട്ട്പുട്ടിനേക്കാളും ബിലോയാണ് ഈ Y1 എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ Y1 ലെവൽ ഓഫ് ഇൻകം മാത്രമാണ് ഉള്ളത്. സോ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും, ഫിസിക്കൽ പോളിസി യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യിക്കുന്നുണ്ട്. സോ എന്താണ്, നാഷണൽ ഇൻകം ഇൻക്രീസ് ചെയ്യും, ഒരു എക്സ്പാൻഷനറി എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെയുള്ള സാഹചര്യത്തിൽ എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യും. സോ ആ സമയത്ത് നമ്മുടെ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് എന്തായിരിക്കും, ഷിഫ്റ്റ് ചെയ്യും. കാരണം ആ ഇനീഷ്യൽ സ്റ്റേജ് എന്ന് പറയുന്നത് C+I1+G1 ആണ്. എക്സ്പെൻഡിച്ചർ ഈ പോയിന്റിൽ നമ്മളുടെ പൊട്ടൻഷ്യൽ ലെവലിനേക്കാളും വളരെ കുറവാണ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. സോ ഈ സാഹചര്യത്തിൽ എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്തു. അപ്പോൾ G1 നിന്നും G2 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. സോ നമ്മുടെ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു, C+I1+G2 എന്നുള്ള പോയിന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു നമ്മുടെ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ്. സോ C+I1+G2 എന്നുള്ളത് 45° ലൈനിൽ ടച്ച് ചെയ്യുന്ന പോയിൻ്റാണ് E3. ആ E3 എന്നുള്ള പോയിൻ്റാണ് നമ്മുടെ ഇക്വിലിബ്രിയം പോയിൻ്റ്. സോ E3 ആയിരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന നാഷണൽ ഇൻകം എന്ന് പറയുന്നത് Y3 ആണ്. ദാറ്റ് മീൻസ് നമ്മളുടെ ΔG, അതായത് ചേഞ്ച് ഇൻ എക്സ്പെൻഡിച്ചറിലുണ്ടായ ചേഞ്ചസ് ΔG എന്ന് പറയുന്നത് ഒരു ലാർജ് ഇമ്പാക്റ്റാണ് എക്കോണമിയിൽ ക്രിയേറ്റ് ചെയ്തത്. നാഷണൽ ഇൻകം Y1 നിന്നും Y3 ആയിട്ട് ഷിഫ്റ്റ് ചെയ്തു. G1 നിന്നും G2 ആയപ്പോൾ നമ്മുടെ നാഷണൽ ഇൻകം Y1 നിന്നും Y3 ആയിട്ട് ഷിഫ്റ്റ് ചെയ്തു. ഇവിടെ ഒരു മൾട്ടിപ്ലയർ എഫക്റ്റാണ് എക്കോണമിയിൽ ക്രിയേറ്റ് ചെയ്തത്. സോ നമുക്കതിനെങ്ങനെ പറയാം, ΔG ഇൻറ്റു 1/1 - MPC, അതായത് ΔG ഇൻറ്റു മൾട്ടിപ്ലയർ. ആ എഫക്റ്റാണ് എക്കോണമിയിൽ ക്രിയേറ്റ് ആവുകയും നാഷണൽ ഇൻകം ഇൻക്രീസ് ചെയ്ത് Y3 ആയിരിക്കുകയും ചെയ്തിരിക്കുന്നത്. സോ മൾട്ടിപ്ലയർ മീൻസ് ΔG ഇൻറ്റു 1/1 - MPC. സോ
സോ ഈ മൾട്ടിപ്ലയർ എഫക്റ്റ് കൊണ്ടാണ് നമ്മുടെ നാഷണൽ ഇൻകം Y3 ആയിട്ട് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്. സോ ഈ സ്റ്റേജ് എന്ന് പറയുന്നത് ഇവിടെ ആബ്സെൻസ് ഓഫ് ക്രൗഡിങ് ഔട്ട് എഫക്റ്റ് ഇൻ നാഷണൽ ഇൻകം. അതായത് ഈ ഫേസിൽ, ഈ സിറ്റുവേഷനിൽ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനെ ക്രൗഡിങ് ഔട്ട് ചെയ്യുന്നില്ല. ഇവിടെ ക്രൗഡിങ് ഔട്ട് എഫക്റ്റ് എന്ന് പറയുന്നത് ആബ്സെൻ്റ് ആയിട്ടിരിക്കുകയാണ്, അവിടെ ഇല്ല, പ്രസൻസ് ഇല്ല. സോ അതുകൊണ്ടാണ് നമ്മുടെ ഇൻകം Y1 നിന്നും Y3 ആയിട്ട് ഷിഫ്റ്റ് ആയിരിക്കുന്നത്. സപ്പോസ് അവിടെ ക്രൗഡിങ് ഔട്ട് ഉണ്ടാവുന്നുണ്ട്, അതായത് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൽ ക്രൗഡ് ഔട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നാഷണൽ ഇൻകത്തെയും ബാധിക്കുന്നുണ്ട്. സോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ, സപ്പോസ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യുകയോ ഇല്ലെങ്കിൽ ബഡ്ജറ്റ് ഡെഫിസിറ്റ് ക്രിയേറ്റ് ആവുകയോ ചെയ്തിട്ടുണ്ട് എക്കോണമിയിൽ, എങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ നേരത്തെ കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തു, നമ്മുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻക്രീസ് ചെയ്യും. സോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് R1 ആയിരുന്നു ഉണ്ടായിരുന്നത്, പക്ഷേ എക്സ്പാൻഷനറി എഫക്റ്റായി, അതായത് നമ്മുടെ എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്തു, നമ്മൾ C+I1+G2 ആയിട്ട് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തതുകൊണ്ട് തന്നെ നമ്മുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ഇൻക്രീസ് ചെയ്തു. R1 നിന്നും R2 ആയിട്ട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻക്രീസ് ചെയ്തു. സോ ആ സാഹചര്യത്തിൽ എക്കോണമിയിൽ എന്ത് സംഭവിച്ചു? നമ്മുടെ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടി വെച്ചാൽ അത് നേരെ ഓപ്പോസിറ്റായിട്ട് എന്ത് സംഭവിക്കും? പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കുറയും. സോ R1 ആയിരുന്നു ഇനീഷ്യൽ ലെവൽ ഓഫ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, വിച്ച് ഷിഫ്റ്റഡ് ടു R2. ദാറ്റ് മീൻസ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഷിഫ്റ്റഡ് ടു I1 to I2. സോ ദ ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് മീൻസ് ഡെൽറ്റ I. സോ ഇതിനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ഉണ്ടായിരുന്ന ചേഞ്ചസ് ആണ്. സോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് R1 നിന്നും R2 ആയി ഷിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് I1 നിന്നും I2 ആയിട്ട് ഡിക്രീസ് ചെയ്യാണ് ഉണ്ടായിരുന്നത്. സോ ആ പോയിൻറ്റിനെയാണ് നമ്മൾ ഡെൽറ്റ I എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് എന്താണ്? ഷിഫ്റ്റ് ചെയ്തു, താഴെ ഷിഫ്റ്റ് ചെയ്തു. ആ പോയിൻ്റാണ് C1+I2+G2 എന്ന് പറയുന്നത്. സോ അങ്ങനെ നമ്മളുടെ കയ്യിൽ ഉണ്ടായ ഷിഫ്റ്റിനെ, അതായത് ആ ഡെൽറ്റ ഐനെയാണ് ഇവിടെ ക്രൗഡ് ഔട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതായത് ഡെൽറ്റ I മീൻസ് ദ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഈ ഡെൽറ്റ ഐനെയാണ് ക്രൗഡ് ഔട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് എക്കോണമിയിൽ നിന്നും. നമ്മുടെ ഇൻകം എവിടെ എത്തിയപ്പോൾ E2 എന്നുള്ള പോയിന്റിൽ നമ്മുടെ നാഷണൽ ഇൻകം Y2 ആയിട്ട് കുറഞ്ഞു. സോ സാധാരണ സാഹചര്യത്തിൽ നമ്മളുടെ അഗ്രിഗേറ്റ് എക്സ്പെൻഡിച്ചർ കൂട്ടിയെന്ന് വെച്ചാൽ Y3 ആയിട്ട് ഇൻകം ഇൻക്രീസ് ചെയ്യേണ്ടതാണ്. പക്ഷേ നമ്മുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടി ഇൻക്രീസ് ചെയ്ത ആ സാഹചര്യത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിക്ലൈൻ ആവുകയും Y3 നിന്നും Y2 ആയിട്ട് നാഷണൽ ഇൻകം കുറയുകയും ചെയ്യുന്നുണ്ട്, ബിക്കോസ് ചേഞ്ചസ് ഇൻ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. സോ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവിടെ ഫിസിക്കൽ പോളിസീൻ്റെ ഇമ്പാക്റ്റ് ഇല്ലെങ്കിൽ എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത് എന്താണ്? കുറയുന്നതിലേക്ക് നയിച്ചു. എന്തുകൊണ്ട്? ആ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലുണ്ടായ ചേഞ്ചസും ആൻഡ് ഈ ഇലാസ്റ്റിസിറ്റി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിലുണ്ടായിരുന്ന ചേഞ്ചസും മൂലം ഈ ക്രൗഡിങ് ഔട്ട് എഫക്റ്റ് ക്രിയേറ്റ് ആവുകയും അതുവഴി നാഷണൽ ഇൻകം Y3 നിന്നും Y2 ആയിട്ട് കുറയുകയും ചെയ്യുന്നുണ്ട്. സോ ഇതാണ് ഇതിൻ്റെ മെയിൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ നെറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്? നെറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്തു വെച്ചാൽ അത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻക്രീസ് ചെയ്യുകയും അത് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനെ ക്രൗഡ് ഔട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സോ ആക്ച്വൽ ഇൻകം എന്ന് പറയുന്നത് Y3 ആണെങ്കിൽ കൂടിയും ഈ ക്രൗഡിങ് ഔട്ട് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ Y2 നാഷണൽ ഇൻകം മാത്രമാണ് എക്കോണമിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ബാക്കി പോർഷൻ എന്ത് പറ്റുന്നുണ്ട്? ഈ ക്രൗഡിങ് ഔട്ട് ഉള്ളത് കൊണ്ട് തന്നെ എക്കോണമിയിൽ അത്രയ്ക്ക് എക്സ്പാൻഷൻ ഉണ്ടാവുന്നില്ല. സോ ഈ ക്രൗഡിങ് ഔട്ട് എഫക്റ്റ് ദാറ്റ് ഹാസ് വീക്കൻ ദ എക്സ്പാൻഷനറി എഫക്റ്റ് ഓഫ് ഫിസിക്കൽ പോളിസി. സോ ഇത്രയാണ് മെയിനായിട്ടും ക്രൗഡിങ് ഔട്ട് എഫക്റ്റ് ആൻഡ് ഫിസിക്കൽ പോളിസി എന്ന് പറയുന്നത്. സോ നമ്മൾ എന്താണ് ക്രൗഡിങ് ഔട്ട് എഫക്റ്റ് എന്ന് പറഞ്ഞ് കെയ്നീഷ്യൻ തിയറിക്ക് എതിരായിട്ടുള്ള ഒരു ക്രിറ്റിസിസം എന്നുള്ള രീതിക്കാണ് വന്നത്. കാരണം ദേ ഇഗ്നോർ ദ ഇമ്പാക്റ്റ് ഓഫ് ഫിസിക്കൽ പോളിസി ഓൺ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. സോ അതെങ്ങനെയാണ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനെ ബാധിക്കുന്നത് എന്നാണ് ഈ ക്രൗഡിങ് ഔട്ട് എഫക്റ്റിൽ പറയുന്നത്. അതിൽ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ എന്തൊക്കെ ചെയ്താലും അത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻവെസ്റ്റ്മെൻറ്റിനെ ബാധിക്കുന്നുണ്ട്. അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റിനെ ബാധിക്കുന്നത് അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡിൻ്റെ ഇലാസ്റ്റിസിറ്റിക്ക് അനുസരിച്ചിട്ട് ഈ ക്രൗഡിങ് ഔട്ട് എഫക്റ്റിൻ്റെ എഫക്റ്റീവ്നെസ് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. ആൻഡ് ഈ ഗ്രാഫ് ഓർക്കുക. ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് C+I1+G1 ആയിരുന്നു. അത് നമ്മുടെ ബിലോ പൊട്ടൻഷ്യൽ ലെവലാണ്. സോ അതിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് ഫിസിക്കൽ പോളിസിയിൽ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്തു.
സോ നമ്മുടെ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് C+I1+G1 ആയിട്ട് G2 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. ആ സമയത്ത് നമ്മുടെ നാഷണൽ ഇൻകം Y3 ആയിരുന്നു. പക്ഷേ ഈ സിറ്റുവേഷനിൽ ക്രൗഡിങ് ഔട്ട് എഫക്റ്റ് ഇൻവിസിബിൾ ആയിരുന്നു. പക്ഷേ നമ്മുടെ എക്സ്പാൻഷനറി എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുകയും അങ്ങനെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് കുറഞ്ഞ് ഡെൽറ്റ I ആയിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. സോ ഒബ്വിയസ്ലി നമ്മളുടെ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ചെയ്ത് C1+I2+G2 ആയിട്ട് മാറുകയും നാഷണൽ ഇൻകം Y2 ആയിട്ട് കുറയുകയും ചെയ്യുന്നുണ്ട്. സോ ഈ ഡെൽറ്റ I എന്ന് പറയുന്നതാണ് ഇവിടെ ക്രൗഡ് ഔട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഈ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ക്രൗഡ് ഔട്ട് ചെയ്യപ്പെടാനുള്ള മെയിൻ കാരണം അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഫിസിക്കൽ പോളിസീൻ്റെ എഫക്റ്റീവ്നെസ് ഇവിടെ കുറയുന്നുണ്ട്. സോ ദാറ്റ്സ് ഓൾ.